ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്കിന്ന് വൈകിട്ട് ഒരു റിസപ്ഷൻ ഉണ്ടായിരുന്നു. കല്യാണം ഇന്നലെ ആയിരുന്നു, റിസപ്ഷൻ ഇന്ന് വൈകിട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ താഴെ മിനി ഹാളിലോട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ചെന്നപ്പോൾ ചെറുക്കനും പെണ്ണൊക്കെ എൻട്രി ആകുന്നതേ ഉള്ളൂ. ഭയങ്കര ഡാൻസ് പെർഫോമൻസ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അവർക്ക് അതൊന്നും കാണാനൊന്നും സമയമില്ല. അവർക്കതൊന്നും കാണുകയും വേണ്ട, അവർക്ക് ഫുഡ് കഴിച്ചാൽ മതി. റിച്ചൂട് ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ കരച്ചിലായി. കുറച്ച് സമയം വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ അങ്ങനെ അവിടെ കേൾക്കുന്നതെല്ലാം ലൈവായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. നല്ല രസമായിരുന്നു കേൾക്കാണ്ടിരിക്കാൻ. നമുക്ക് കഴിക്കാൻ പൊറോട്ട ഉണ്ടായിരുന്നു, റൈസ് ഉണ്ടായിരുന്നു, ചപ്പാത്തി ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു, ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ താഴെ പാർക്കിങ്ങിലോട്ട് പോവാം. അച്ഛൻ അവിടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുക. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ഫസ്റ്റ് കയറിയപ്പോൾ തന്നെ അവിടെ ആനയുടെ കുറച്ച് 2 സ്റ്റാച്യു കണ്ടു. ഇപ്പോൾ ഇത് ചെറിയ ആനയുടെ കുഞ്ഞ് 2 സ്റ്റാച്യു ആയിരുന്നു. അപ്പോൾ ഇതായിരുന്നു ആനയുടെ വലിയൊരു സ്റ്റാച്യു. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ അന്നേരം നമുക്ക് ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അങ്ങനെ പിന്നെ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് അത് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയി. ഇവൻ്റെ പേര് മൂകാംബിക മണികണ്ഠൻ എന്നായിരുന്നു. അങ്ങനെ കുറേ നേരം അതിൻ്റെ അടുത്ത് നിന്ന് കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. അതിൻ്റെ തുമ്പിക്കൈയിലൊക്കെ ആദ്യം കുറേ നേരം ഇരുന്ന് അതിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട്. കുറച്ച് സമയം തുമ്പിക്കൈയിലൊക്കെ ഇരുന്ന് അതിനെ കെട്ടിപ്പിടിച്ച് അതിൻ്റെ കൊമ്പിലും അതിൻ്റെ വാലിലൊക്കെ പോയി പിടിക്കാനൊക്കെ പോകുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിലൊക്കെ കംപ്ലീറ്റ് ഒയറായതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടൊന്നും വിട്ടില്ല. അതിനെ ഫ്രണ്ടിൽ പിടിച്ചിരുത്തിയേക്കുമായിരുന്നു കുറേ സമയം. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെയായിരുന്നു. എൻ്റെ ഫ്രണ്ടിൽ നിന്ന് വരാനേ വയ്യ. ഞങ്ങൾ കുറേ ഫോട്ടോ ഒക്കെ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എടുത്തു. അന്നേരം അമ്മ അപ്പുറത്തുനിന്ന് ബജ്ജി വാങ്ങിക്കൊണ്ട് വന്നു. ഞങ്ങൾ കയറിയ സമയത്ത് ഇതൊന്നും കഴിച്ചില്ല. അങ്ങനെ ആദ്യം വാങ്ങിക്കൊണ്ട് റിച്ചുവിൻ്റെ കയ്യിൽ കൊണ്ട് കൊടുക്കുവാണേ. ആദ്യക്കാണെങ്കിൽ ആ ആനയുടെ അടുത്ത് നിന്നിട്ട് മതിയാവുന്നില്ല. അതിൻ്റെ അപ്പുറത്തെ കൊമ്പിൽ പിടിച്ചില്ല, ഇപ്പുറത്തെ കൊമ്പിൽ പിടിച്ചില്ല, അതിൻ്റെ നെറ്റിപ്പട്ടത്തിൽ പിടിച്ചില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു അവിടെ നിന്ന് അതിനെ വെട്ടിപ്പിടിച്ച് നിൽക്കുമായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് പോയി. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ. ടാറ്റാ.